ഹലോ, വെൽക്കം ടു അവർ ചാനൽ റിവീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ മോർണിംഗ് തോട്ട്സ് എന്തായിരുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കറന്റ് ഫീലിംഗ്സ് ആണ് കേട്ടോ. റീഡിങ്സ് ജനറൽ ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് ഒരു പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. പെയ്ഡ് പേഴ്സണൈസ്ഡ് റീഡിംഗ് ആണ്, റീഡിംഗ് ഫ്രീ അല്ല. ഓക്കെ, നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ മോർണിംഗ് തോട്ട്സ് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ വ്യൂവേഴ്സ്. മോർണിംഗ് തോട്ട്സ്, കറന്റ് സിറ്റുവേഷൻ, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. സോ ഞാൻ കറന്റ് സിറ്റുവേഷനും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. ബിക്കോസ് പലരും ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങൾക്ക് കറന്റ് സിറ്റുവേഷൻ എന്താണ് അവരുടെ ലൈഫിൽ നടക്കുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല. സോ അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് കൂടി വേണ്ടിയിട്ട് സ്ട്രെസ്, ടോട്ടാലിറ്റി, പ്ലീസ് ഓക്കെ, താങ്ക് യു. എക്സിസ്റ്റൻസ്, ലോൺനെസ്, abundance, see, ഇവിടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജീസിൽ ഇവർ ഭയങ്കരമായിട്ടും സ്ട്രെസ് ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ കോഴ്സ് നോക്കിയിട്ടധികം സ്ട്രെസ്സിലാണുള്ളത് പ്രസന്റ് സിറ്റുവേഷൻ. ഒത്തിരി അധികം സ്ട്രെസ് അയാളുടെ ലൈഫിലുണ്ട്. അത് എന്ത് റിലേറ്റഡ് ആയിട്ടും ആവാം. ജസ്റ്റ് റീസെന്റ് ആയിട്ട് തന്നെ ഇയാൾ വിശ്വസിച്ചിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വ്യക്തിനെ ബാക്കിൽ നിന്ന് കുത്തിയിട്ടുണ്ടാവാം. നമ്മൾ പറയില്ല, നമ്മൾ ചില സമയത്ത് നമ്മൾ ലൈക്ക് ചില സിറ്റുവേഷൻസ് എങ്ങനെയുണ്ടോ, നമ്മൾ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കായിരിക്കും വളരെ വൃത്തിക്ക് നമ്മളെ പറ്റിക്കാനായിട്ടും അല്ലെങ്കിൽ വിശ്വാസവഞ്ചന കാണിക്കാനായിട്ടും പറ്റുന്നുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഇയാളുടെ ലൈഫിലും ഇയാൾ അത്രയും ട്രസ്റ്റ് ആയിട്ട് കൂടെ നിർത്തിയിട്ടുള്ള ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ജസ്റ്റ് റീസെന്റ് ആയിട്ട് ഇയാളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ട്രെസ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട്. ബിക്കോസ് ഓൾറെഡി ആ ഒരു വ്യക്തിക്ക് തന്റെ പേഴ്സൺ, നിങ്ങൾക്കുള്ള പേഴ്സൺ അറിയാം ഈ ഒരു വ്യക്തി എന്റെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി നേരത്തെ ഈ ഒരു വ്യക്തി അറിഞ്ഞിട്ടുണ്ടാവും, ബട്ട് എന്നാലും സ്റ്റിൽ അത് അറിയത്തില്ലാത്ത രീതിക്ക് നിന്നിട്ടുണ്ടാവണം. പക്ഷെ എന്നാ പോലും ജസ്റ്റ് റീസെന്റ് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി അത് നമ്മൾ ചില കാര്യങ്ങൾ ഫൊർഗീവ് ചെയ്ത് കളയുന്നുണ്ടാവും. പേഴ്സൺ ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ. ബട്ട് എത്രയും നേരിട്ടാണ് ഫോർഗീവ് ചെയ്ത് കളയുന്നത്. ആൾ ഇന്ന് നന്നാവും നാളെ നന്നാകും എന്നുള്ള ഒരു എനർജി വന്നിട്ടും ആൾ നന്നാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഇഷ്യൂസ് ക്രിയേറ്റ് ആവും, ബ്രേക്ക് ചെയ്യും ആ ഒരു കണക്ഷന്. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് റീസെന്റ് ആയിട്ട് ഇയാളുടെ ലൈഫിൽ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻസ് കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ട്, നല്ല ആൻസൈറ്റിയിലാണ്, ഡിപ്രഷനിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് എന്താ സംഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇപ്പം ഇയാളുടെ ലൈഫിൽ എന്താ എക്സാക്ട് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഓവറോൾ എനർജീസ് കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒറ്റപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ്. ഒരു ക്ലാരിറ്റി ഇല്ല ഒന്നിനെ പറ്റിയിട്ടും. ലൈഫിൽ ഇപ്പൊ പ്രസന്റ്ലി എന്താ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല. അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ എനർജീസിൽ എന്താണ് സംഭവിക്കുന്നത്, മൊത്തത്തിൽ അങ്ങ് കുഴഞ്ഞു മറിഞ്ഞ് ഒരു അവിയൽ കണക്കിന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആളുടെ ഇവിടെ. അവിടെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഒരു ജഡ്ജ്മെന്റ് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ അതിലൊരു ഗൈഡൻസ് ചെയ്യാൻ പോലും വേണ്ടിയിട്ട് ആരും ഇയാളുടെ ലൈഫിൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ അവർ എനർജീസ് ആണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. ലെറ്റ്സ് ചെക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ മോർണിംഗ് തോട്ട്സ് എന്താണ് ആൻഡ് വൈ ഹിയർ ഈസ് മൊറാലിറ്റി. Why here is morality? Why here is morality? Why here is morality, divine? Please guide me. Why here is morality? Moon card. 4 of Pentacles. See, ഇവിടെ മൂണിന്റെ കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത് വിത്ത് 4 of coins. So 4 of coins means 4 of Pentacles in energies.
ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഹേർട്ട് ആയിട്ടുണ്ട് ഈ ഒരു മൊമെന്റിൽ, ഒത്തിരി അധികം. നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും രീതിക്ക് ഈ ഒരു വ്യക്തി ഹേർട്ട് ആയിട്ടുണ്ട്, നല്ല രീതിക്ക് ഹേർട്ട് ആയിട്ടുണ്ട്. അപ്പം ഒരാൾ അത്രമാത്രം നിങ്ങളുടെ ഒരു പേഴ്സൺ അധികാരം വിശ്വസിക്കുന്നുണ്ടാവില്ല. വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവരെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരു എനർജീസും ആയിരിക്കും ഈ ഒരു വ്യക്തിയുടെ. അപ്പൊ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് ഹേർട്ടായി ഈ ഒരു സിറ്റുവേഷൻസിൽ. ഡൗൺ ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് ഇവിടെ ഉള്ളത്, നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷൻസിൽ വീണ്ടും പഴയതുപോലെ ഒരു അബണ്ടൻസ്, അല്ലെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അത് ഏത് തരത്തിലുള്ള ബന്ധം ആയിക്കോട്ടെ, ആ ഒരു ബന്ധത്തിൽ വീണ്ടും ഒരു അബണ്ടൻസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഇനി എങ്ങനെ ഈ ഒരു കണക്ഷൻ റീകണക്ട് ആവാൻ പറ്റും എന്നുള്ള രീതിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇയാൾ വിശ്വസിച്ചിട്ടുള്ള മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സന്റെ തേർഡ് പാർട്ടിയുടെ കൂടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു വ്യക്തി ആയിരിക്കാം ഈ ഒരു വ്യക്തിയെ പറ്റിച്ചിട്ടുള്ളത്. എന്തായാലും അത്ര വിശ്വസിച്ച് കൂടെ നിന്നിട്ടുള്ള ഒരാളല്ലെങ്കിൽ അത്രയ്ക്കും ഇന്റിമേറ്റ് ആയിട്ടുള്ള ലെവലിൽ ഈ ഒരു വ്യക്തി ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ, അത് എന്തോ ആയിക്കോട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ പേഴ്സണോ എന്തും ആവാം, അവിടുന്ന് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്കിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഒരു വ്യക്തി ബ്രേക്ക് ആയിട്ടുണ്ട്. ആ ഒരു വ്യക്തിയുടെ ആ ഒരു പറ്റിച്ചിട്ടുള്ള ആ ഒരു എനർജി. വൈ ഹിയർ ഈസ് മൈൻഡ് കൺഫ്യൂഷൻ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണിത് കേട്ടോ. സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടിയാണ്. ഇതുവരെ തേർഡ് പാർട്ടിയുടെ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തേർഡ് പാർട്ടി എന്ന് പറയാതിരുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണെന്നുണ്ടെങ്കിൽ ഇത് എക്സാക്ട് തേർഡ് പാർട്ടിയാണ് ഈ ഒരു വ്യക്തിയെ പറ്റിച്ചിട്ട് പോയിട്ടുള്ളത്. ഇവര് കാണിച്ചിട്ടുള്ള സെയിം ലോയാലിറ്റി, അല്ലെങ്കിൽ ഇവര് കാണിച്ചിട്ടുള്ള ആ ഒരു യാതൊരു തരത്തിലുള്ള സ്നേഹമോ കെയറിങ്ങോ അതൊന്നും തന്നെ, അത് എന്താ പറയാ, അതൊക്കെ വെറുതെ ആയി പോയി എന്നുള്ളൊരു ചിന്ത. നമ്മളിപ്പോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫോർട്ട് എടുത്തു, നിങ്ങൾ ഈ ഒരു കണക്ഷന് വേണ്ടി ഒത്തിരി എഫോർട്ട് എടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ എഫോർട്ടിന്റെ രീതിക്കുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ ഇവര് നിങ്ങളുടെ കൂടെ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് തേർഡ് പാർട്ടിക്കായിരിക്കും പ്രയോറിറ്റി കൊടുത്തത്. ആ ഒരു തേർഡ് പാർട്ടി ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് ഒരു പ്രയോറിറ്റിയും കൊടുക്കുന്നില്ല. ഇവരെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു. ഇവര് കൊടുക്കുന്ന ലവോ ആ ഒരു കെയറോ തേർഡ് പാർട്ടി ഇവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുള്ള സമയത്ത് എന്തായിരുന്നു, അബണ്ടൻസ് ആയിരുന്നു ഇവരുടെ ലൈഫിൽ. അത് ഫ്രീ, എന്താ പറയാ, ലാവിഷായിട്ടിരിക്കാം. നിങ്ങളൊരു പ്രിൻസിനെ പോലെ, ഒരു പ്രിൻസസിനെ പോലെ നിങ്ങൾ ഇവരെ ട്രീറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു സിറ്റുവേഷൻസിൽ ഇവർക്ക് അങ്ങനെ ഒരു പ്രിൻസസ് അല്ലെങ്കിൽ ഒരു പ്രിൻസ് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നില്ല. ഇവരുടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന്, ഇവരുടെ എഫോർട്ടിനും ഒക്കെ ഒരു സീറോ വാല്യൂ ആണ് തേർഡ് പാർട്ടിയുടെ മുന്നിൽ ഉള്ളത്. അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്. ഇവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ടൈമില്, നിങ്ങളെ കുറിച്ചിട്ടും തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടും കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. അത് ചിന്തിക്കുമ്പോൾ, നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അബണ്ടൻസ് ആണ്. തേർഡ് പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തേർഡ് പാർട്ടി സ്ട്രെസ്ഡ് ആണ്. സ്ട്രെസിന്റെ എനർജീസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഒത്തിരിയധികം സ്ട്രെസ് കൊടുക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടിയുടേത്. നമ്മളല്ലെങ്കിലും കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലത്തെ എനർജീസിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഉള്ളത്. സ്ട്രെസ് ഡിവൈൻ ഹൈറോഫന്റ് നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവർ കൊടുത്തിട്ടുള്ള ഒരു എഫോർട്ട്, ഇവർ കൊടുത്തിട്ടുള്ള ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് ഇവർക്ക് റിസൾട്ട് എന്താ കിട്ടിയെന്ന് അറിയാം ഈ ഒരു ടൈമില്. ഇത് കർമാസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, കർമ്മ കിട്ടുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം പെയിനാണ് കിട്ടിയിട്ടുള്ളത്, ഹേർട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് ഫിസിക്കലി ആവാം, മെന്റലി ആവാം. മെന്റലിയും നല്ല രീതിക്ക് ഹേർട്ടാണ്, ഫിസിക്കലിയും നല്ല രീതിക്ക് ഹേർട്ടാണ്. ഇവര് ചിന്തിക്കുകയാണ്, ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുക, നിങ്ങളെ ട്രീറ്റ് ചെയ്ത രീതികളെ കുറിച്ചിട്ട് ഓർത്തിട്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഓർത്തിട്ട് ഈ ഒരു വ്യക്തി സങ്കടപ്പെടുന്നുണ്ട്. കാരണം ഒരിക്കലും അത് നിങ്ങളോട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈമിൽ ഞാൻ എന്റെ പേഴ്സണ്, എന്റെ കൂടെ നിന്നിട്ടുള്ള, എന്നെ ട്രസ്റ്റ് ചെയ്ത് നിന്നിട്ടുള്ള ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനും ഫീലിങ്സിനും യാതൊരു തരത്തിലുള്ള വാല്യൂ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ കർമ്മ കിട്ടുകയാണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡ് കർമ്മയെ കാണിക്കുന്ന കാർഡാണ്. അപ്പം ഇവർക്കത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും ജെനുവിൻ ആയിട്ടും ഇത്ര ആത്മാർത്ഥമായിട്ട് ലവും കെയറും കൊടുത്തിട്ടും അത് തിരിച്ചു കിട്ടാതിരിക്കുമ്പോഴുള്ള ആ ഒരു പെയിന്, ഇത്രയും ഇവര് ട്രസ്റ്റ് ചെയ്തിട്ടും ആ ഒരു ട്രസ്റ്റിന് ഒരു വാല്യൂ കൊടുക്കാത്ത ആ ഒരു പെയിന്, അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. നല്ല രീതിക്ക് ഡൗൺ ആണ്. നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ് ഒക്കെ ഈ ഒരു വ്യക്തി റീകോൾ ചെയ്ത് നോക്കുകയാണ്.
ആ ടൈമിൽ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അത് ഇപ്പൊ നമ്മൾ അത്രയും നിങ്ങളെന്ന് വേണമെങ്കിൽ നമുക്കൊരു ജെമ്മാണെന്ന് പറയാം. ഡയമണ്ട് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഡയമണ്ട്. ആ ഒരു എനർജി എനിക്ക് നിങ്ങളുടെ പറയാൻ പറ്റും. പക്ഷെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ആ ഒരു ഡയമണ്ട് എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളെ കാണുന്നുള്ളത്. പ്രീഷ്യസ് ആയിട്ടുള്ള ഒന്ന്. അതിന്റെ വാല്യൂ ഞാൻ ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ഒരിക്കലും ഞാൻ നൽകിയിട്ടില്ല. ആ ഒരു എന്താ അങ്ങനെ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയിൽ എവിടെ വ്യക്തി നിൽക്കുന്നുള്ളത്. ഇപ്പൊ ഈ ഒരു കണക്ഷൻ എന്തായി, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഹോപ്പിന് വകയില്ല എന്നുള്ള ഒരു എനർജിയിലുമാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ എല്ലാം ഇത്രയും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ട് ഇത്ര മേ ബി 8 മാസത്തോളം ഒക്കെ ആയിരിക്കാം നിങ്ങളുമായിട്ട് സെപ്പറേഷൻ, അതിൽ കൂടുതലും ഒക്കെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജീസിൽ ഇനി റിട്ടേൺ എങ്ങനെയാ വരുന്നുള്ളത്? റിട്ടേൺ വരാനായിട്ടുള്ള ഒരു യോഗ്യതയില്ല. അപ്പൊ ഒരാൾക്ക് നമ്മൾ ഡിസേർവ് ചെയ്യുന്നതിനും ലൈക്ക് എന്താ സ്നേഹം കൊടുക്കണമെങ്കിൽ നമ്മളൊരു യോഗ്യതയുള്ളവർക്കല്ലേ കൊടുക്കുക. അത് അർഹരായിട്ടുള്ളവർക്ക് വേണം കൊടുക്കാനായിട്ട്. പക്ഷെ ഇവർക്ക് അർഹതയില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്നേഹം കൊടുത്തിട്ടുണ്ട്. അത് ഇവർക്ക് ഈ ഒരു നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ലവിന്റെ ഒരു വാല്യൂ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവര് ഹേർട്ട് ആയപ്പോ ഇവർക്ക് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെന്ന് ഈ ഒരു വ്യക്തിക്ക് റിയലൈസ് ആവുന്നുണ്ട്. ആ ഒരു സെയിം പെയിൻ ഈ ഒരു വ്യക്തി ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനാലിസിസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ. Why here is totality divine? Why here is totality? Queen of Pentacles. Totality. റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾ എന്നുള്ള ഒരു എനർജി. ഈ ക്യൂൻ ഓഫ് പെന്റിക്കിൾ അങ്ങനെയാണ്. ക്യൂൻ ഓഫ് പെന്റിക്കിൾ എപ്പോഴും ഡൗൺ ടു എർത്ത് ആണ്, എപ്പോഴും കെയറിംഗ് ആണ്, ലവബിൾ ആണ്. എപ്പോഴും എത്രയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും എത്രയൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഹാൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രോബ്ലംസ് ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രോബ്ലംസ് വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും ഈ ഒരു വ്യക്തിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. സോ ആ ഒരു എനർജി ഒരു വ്യക്തിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇവരിതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. യെസ്, ആ ഒരു വ്യക്തി എത്രമാത്രം എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, എത്രമാത്രം ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഈ ഒരു കണക്ഷനിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന ടൈമിലും മാക്സിമം എന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ഒത്തിരി അധികം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ആ ഒരു കണക്ഷനോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനോ യാതൊരു വാല്യൂ കൊടുത്തിട്ടില്ല. ഇവർ മട്ടിലായിരിക്കും ഒരു കണക്ഷനിൽ പലപ്പോഴും നിന്നിട്ടുള്ളത്. പോകുന്നത്രയും പോകാം എന്നുള്ള ഒരു മട്ടില് ജസ്റ്റ് നമ്മൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു വ്യക്തി ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരിക്കലും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ല. സോ അപ്പം എപ്പോഴും നിങ്ങളുടെ ഹാൻഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജീസ് ആണ്. ഏത് ടൈമിലും നിങ്ങൾക്ക് എന്റെ കൈ പിടിക്കാം, ഞാൻ എപ്പോഴും ഏത് ടൈമിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ മാക്സിമം നിന്നിട്ടുണ്ട്. ബട്ട് ഈ ഒരു വ്യക്തി അങ്ങനെ നിന്നിട്ടില്ല. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലായ്മ എപ്പോഴും ഇതില് ഈ ഒരു എന്താ പറയാ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാതെ ഒരു കണക്ഷനും പോകത്തില്ല. സെയിം ഞാൻ എന്താണോ എന്റെ പേഴ്സണോട് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യമാണ് ഇപ്പം ഈ ഒരു വ്യക്തി തേർഡ് പേഴ്സൺ എന്നോട് ചെയ്യുന്നത് എന്നുള്ളൊരു റിയലൈസേഷൻസ്. നമ്മൾ പറയില്ലേ കാലം എല്ലാത്തിനും ഒരു കാലം എല്ലാം കാണുന്നുണ്ടാവും. സോ അപ്പം ആ ഒരു ഡിവൈൻ എനർജി അത് എല്ലാം കാലത്തിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടതായിട്ട് വരുമെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞിട്ട് ഒരു എനർജീസിലെ ഒരു വ്യക്തി നിൽക്കുന്നത്. ഇവര് ചെയ്തതിനുള്ള ആൻസർ, ഇവര് ചെയ്തിട്ടുള്ള പ്രോബ്ലം, ഇവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിനുള്ള ആൻസർ ഈ ഒരു വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടാൻ പോവുകയാണ് ഇവിടെ. നോക്കാം. Why here is existence? Temperance. നല്ല രീതിക്ക് എൻസൈറ്റിയിലാണ്, ഡിപ്രഷനിലാണ്, ഒരു ട്രോമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഡിപ്രഷൻ, ഡിസപ്പോയിന്റ്മെന്റിന്റെ എനർജി. ഇപ്പം നിൽക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഇതിലും ബെറ്റർ ആയിട്ട് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. ആ ഒരു സിറ്റുവേഷൻസിൽ എല്ലാ പ്രതീക്ഷ എനിക്ക് ഇതിലും കുറച്ച് നന്നായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യൂ, ഇതിൽ നിങ്ങൾക്ക് വാല്യൂ തരാതെ ആ ഒരു വ്യക്തി അവർക്ക് ഒരു വാല്യൂ കൊടുത്ത് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തി ഇപ്പൊ അവിടെ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇവർക്കവിടെ നിന്നോളാൻ വയ്യ. ഓക്കെ, ആ ഒരു എനർജീസ് നല്ല രീതിക്ക് എന്താ പറയാ അവിടെ ഭയങ്കരമായിട്ടും ഡിസപ്പോയിന്റ്മെന്റ് ആണ്. ആഗ്രഹിക്കുന്ന രീതിക്ക് ട്രീറ്റ് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്ന രീതിക്ക് ഇവർക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല, ഇവരെ സ്നേഹിക്കുന്നില്ല, ഇവർ കൊടുക്കുന്നത്രയും ഇവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. ഈ ഒരു എനർജി തന്നെയാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ബുദ്ധിമുട്ടി ആ ഒരു തേർഡ് പേഴ്സന്റെ കൂടെ നിൽക്കുന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇപ്പം കമ്മിറ്റ്മെന്റ് കൊടുത്തു പോയില്ലേ, അല്ലെങ്കിൽ ഇവരുമായിട്ട് കണക്റ്റഡ് ആയി പോയി. അപ്പോ
വേറെ ഓപ്ഷൻ ഇല്ല. അവിടെ നിൽക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷനും ഇവിടെ ഇല്ല. എത്രയൊക്കെ സ്ട്രെസ് സഹിച്ചിട്ടാണേലും നിൽക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷനും ഇല്ല. ഈ ഒരു സിറ്റുവേഷൻസിലാണ് ഇവർ നിങ്ങളുടെ വർത്തും വാല്യൂ മനസ്സിലാക്കുന്നുള്ളത്, ഇവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളത്. ഇവരുടെ മനസ്സിൽ ഇപ്പൊ ഈ ഒരു നിങ്ങളെന്നുള്ള ഒരു വ്യക്തിക്ക് ഇപ്പം വലിയൊരു വാല്യൂ ഉണ്ട് ഇവരുടെ മനസ്സിൽ. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നുള്ളത്. Why here is suggestions divine stalking it is ഇപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്ത് പോയോ എന്നാണ് ഇപ്പൊ ഇവര് ചിന്തിക്കുന്നുള്ളത്. ശരിക്കും ഇത്രയും പെയിൻസ് ഒക്കെ അനുഭവിച്ചതിന് ശേഷവും നിങ്ങൾ എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെയായിരിക്കും അത് ഓവർകം ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു കണക്ഷനിൽ ഇവരിട്ടിട്ട് പോയപ്പോ എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പെയിൻ, നിങ്ങളുടെ ആ ഒരു നിങ്ങൾ പലപ്പോഴും ഒരു വ്യക്തിയോട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് ഈ ഒരു വ്യക്തി പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ആ ഒരു പെയിൻ ലൈവായിട്ട് ഈ ഒരു വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ഇൻഫോർമേഷൻസ് അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എക്സാക്ട് എന്നുള്ളത്. Okay, sir energies. Why here is loneliness divine? Please strength. ഈ ഒരു വ്യക്തിയുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേ ബി ഫാമിലി ആവാനുള്ള സാധ്യതയുണ്ട്. മാരീഡ് പേഴ്സണുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. സ്ട്രെങ്തിന്റെ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് വിത്ത് 10 ഓഫ് കോയിൻസ്. മാരീഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇവരിവിടെ ഫാമിലിയുടെ അടുത്ത് ഇപ്പൊ നിൽക്കുന്നുള്ളത് എന്താ പറയാ, ഇവര് വിചാരിച്ചു ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തേർഡ് പേഴ്സൺ എന്തോ ആയിക്കോട്ടെ അവിടെ വല്ലാത്തൊരു അവരാഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും അത് കിട്ടിയിട്ടില്ല മീൻസ് നമ്മൾ പറയത്തില്ലേ, ഫാമിലിയിൽ യാതൊരു വിധത്തിലുള്ള ഹാപ്പിനെസ്സും ഇല്ല. അവിടെ നമ്മൾ നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഇന്നല്ലെങ്കിൽ നാളെ ചേഞ്ച് ആകും എന്നുള്ളൊരു ഹോപ്പ്, ആ ഒരു ഹോപ്പിൽ ഇവിടെ നിൽക്കുകയാണ് ഇവര്. പിന്നെ മാക്സിമം ഇവരുടെ എനിക്കൊന്ന് ഈ ഒരു വ്യക്തിനെ തേർഡ് പേഴ്സൺ ഒത്തിരി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒത്തിരി കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം എന്താ പറയാ, ഈ ഒരു ലേഡി കണ്ടില്ലേ, ഇത് ഈ ഒരു ആനിമലിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്, പക്ഷെ അത് കൺട്രോളിൽ നിൽക്കുന്നില്ല. ഈ അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സന്റെ. ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് തേർഡ് പേഴ്സൺ, പക്ഷെ അത് കൺട്രോളിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. മാക്സിമം അവരിങ്ങനെ അവരുടേതായിട്ടുള്ള ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ആ ഒരു ലയൺ അല്ലെങ്കിൽ ഒരു അത്രയ്ക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കഴിഞ്ഞും സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു വ്യക്തി തേർഡ് പേഴ്സന്റെ കൺട്രോളിൽ നിൽക്കുന്നുണ്ടാവില്ല. ബട്ട് എന്നിട്ടും ഈ ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്, അത് റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു വ്യക്തിയുടെ. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നുള്ളത്. ഇവർക്കുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇവർ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഇവർ പറഞ്ഞിട്ടുള്ള വാക്കിന്റെ ഒരു വാല്യൂ ആയിരിക്കണം. എന്തോ സംതിങ് തേർഡ് പേഴ്സണുമായിട്ട് ഈ ഒരു വ്യക്തിയെ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ആ ഒരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. നമ്മൾ പറയില്ലേ, നമ്മളുടെ അവസ്ഥയാണെന്ന് പറയും ഒരിടത്ത്. നമ്മളിപ്പോ ഒരു കണക്ഷനിൽ എന്റെ അവസ്ഥ കൊണ്ട് ഞാൻ അങ്ങ് നിൽക്കുകയാണ്, അത് നിൽക്കില്ല എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. മേ ബി ഒരു പേഴ്സൺ മാരീഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മാരീഡ് വൈഫിന്റെ കൂടെ മക്കളുണ്ടാവാം. അപ്പൊ ഫാമിലി റെപ്യൂട്ടേഷൻസ്, ഫാമിലിയുടെ അത് ഇത് എന്നൊക്കെ ഉള്ള എനർജീസ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു എനർജിയിൽ ഈ വ്യക്തി നിൽക്കുന്നുണ്ടാവും. ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ട് പോലും അപ്പം ഓരോ ദിവസവും ഒരു ബേർഡനിലൂടെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ. 2 കാർഡും എടുക്കുന്നില്ല, കാരണം ഞാൻ ഷഫിൾ ചെയ്തിട്ടില്ലായിരുന്നു. വൈ ഹിയർ ഈസ് അബൻഡൻസ്, വൈ ഹിയർ ഈസ് കിങ് ഓഫ് സോർഡ്സ്. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റിയേ ഇല്ല. ഇപ്പൊ ഞാൻ ഇനി എന്തോ വേണം, അവിടുന്ന് ഇവിടുന്ന് ഒരു തരത്തിലുള്ള ഹോപ്പും ഇല്ല, ഒരു തരത്തിലുള്ള ഹോപ്പ്. പക്ഷെ എന്നാൽ പോലും ലിറ്റിൽ ബിറ്റ് ഹോപ്പ് നിങ്ങളുടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെയധികം ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസിന്റെ എനർജിയിൽ നിൽക്കുന്ന ഒരാളാണെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷെ സ്നേഹം ഉണ്ടെങ്കിൽ അതിപ്പോ റൂഡ് എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങളുടെ അടുത്ത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. പാസ്റ്റിലാണെങ്കിൽ ഇപ്പോഴും ഇവർ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലൊന്നും അല്ല. പക്ഷെ ഇവർ ചിന്തിക്കുകയാണ് ഇനി ഏത് തരത്തിലാണ് എന്റെ ലൈഫിലേക്ക് ഒരു അബൻഡൻസ് വരുന്നുള്ളത്,
എങ്ങനെ ഞാൻ ഇപ്പം എന്റെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ ആ ഒരു നല്ല ടൈം, മേ ബി കുറച്ച് നാളൊക്കെ തേർഡ് പാർട്ടിയോട് നന്നായിട്ട് പോയിട്ടുണ്ടാവും. പിന്നീട് ഇപ്പം ഈ ഒരു സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടി ആളുമായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിരിക്കാം. അപ്പം അയാൾക്ക് ഒട്ടും അവിടെ എന്താ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലായിരിക്കാം. ഈ ഒരു ടൈമിലാണ് ഇപ്പൊ ഇവര് നിങ്ങളെ ഓർക്കുന്നുള്ളത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഹീലറായിട്ട് ഇവിടെ നിന്നിട്ടുണ്ടാവാം, നിങ്ങൾ ഇതിനെ ഹീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം എന്താ ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ എപ്പോഴും ഹീലേഴ്സിന്റെ ആവശ്യം. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തി ഇപ്പൊ ഒത്തിരി അധികം പ്രശ്നങ്ങളുണ്ട് ഇയാളുടെ മുന്നിൽ. അതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഹീലിംഗ് വേണം. ഹീൽ ചെയ്താലല്ലേ ഉള്ളൂ നമുക്ക് കാമായിട്ട് മൈൻഡോട് കൂടി ഇരുന്ന് ക്ലാരിറ്റി നോക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ക്ലാരിറ്റിയിൽ നിൽക്കാമല്ലേ ക്ലാരിറ്റി കണ്ടെത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞോളൂ. അതുകൊണ്ട് ഇവർക്ക് നിങ്ങളെ ആവശ്യമാണ്, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇപ്പം നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇൻഫർമേഷൻസ് എക്സാക്ട് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തോ, സ്റ്റിൽ നിങ്ങൾ അവൈലബിൾ ആണോ എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതിന് ഒരു മെയിൻ റീസൺ ഇവർക്ക് ക്ലാരിറ്റി വേണം. പ്രസന്റ് സിറ്റുവേഷനിൽ ഇവർക്ക് കുറച്ച് പീസ് വേണം. ആ ഒരു പീസ് കിട്ടുന്നത് നിങ്ങളുടെ അടുത്താണ്. സോ ആ ഒരു പീസിന് വേണ്ടിയിട്ടാണ് ഇപ്പം ആ ഒരു മനുഷ്യൻ പ്രോബ്ലംസ് ക്രിയേറ്റ് ലൈഫിൽ ഉണ്ടാകുമ്പോഴാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന വ്യക്തികളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുള്ളത്. അല്ലാത്തപ്പോ ആവശ്യമില്ല. എന്ന് പറഞ്ഞ പോലെ ഒരു ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. പ്രശ്നങ്ങളൊക്കെ ഓക്കെ ആയി കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് പോകുന്നുണ്ടാവും. ആ ഒരു എനർജി ഇതിനു മുമ്പും ഈ ഒരു എനർജി തന്നെ നിങ്ങളുടെ കണക്ഷനിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു റീഡിംഗ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നുണ്ടാവില്ല. നിങ്ങളിപ്പോ കമന്റ് സെക്ഷനിൽ പോലും പറയാനുള്ള സാധ്യത മാം ഇയാൾ നേരത്തെ തൊട്ടേ ഇങ്ങനെയാണ്, ഇതിപ്പോ പുതുമയൊന്നും അല്ല എനർജി എന്ന് നിങ്ങൾ തന്നെ കമന്റ് സെക്ഷനിൽ പറയുന്നുണ്ടാവും. എനിക്കും ഇതൊരു പുതുമയായിട്ട് തോന്നുന്നില്ല ഈ ഒരു എനർജി. ഇതിനു മുമ്പും ഇതുപോലെ കുറെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫൊർഗീവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു കണക്ഷന് വേണ്ടി ഇൻവെസ്റ്റ് വീണ്ടും ചെയ്തിട്ടുണ്ട്, ഇവർക്ക് വീണ്ടും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം മെയിൻ ആയിട്ടും ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പം ഇവർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇവളോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഇവർക്ക് ഹീലിംഗ് ആവശ്യമാണെന്നുള്ളതാണ്. ഓക്കെ, അതല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ നിങ്ങളുള്ള സ്നേഹം കൊണ്ട് വരുന്നു എന്നുള്ളതല്ല. നിങ്ങളത് മനസ്സിലാക്കുക. ഇപ്പൊ ഒരു സിറ്റുവേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടൈമും എനർജീസും ഒന്നും വേസ്റ്റ് ചെയ്യാതിരിക്കുക. ബിക്കോസ് നമ്മൾ എപ്പോഴും നമുക്ക് വാല്യൂ തരുന്നവരുടെ കൂടെ നിൽക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് വാല്യൂ തരാത്ത ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് വെറുതെ എന്താ പറയാ എപ്പോഴും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയി നിൽക്കാനായിട്ട് ഇങ്ങനെ എന്താ പറയാ ഒരു വ്യക്തിയല്ലേ, അല്ലാതെ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പബ്ലിക് സ്പേസസ് ഒന്നും അല്ലല്ലോ. സോ നിങ്ങൾ ആ ഒരു എനർജിയിൽ നിൽക്കുക. ബൗണ്ടറിയിൽ നിർത്താനുള്ള ആളുകളെ ബൗണ്ടറിയിൽ നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്നത്തെ ഗൈഡൻസ് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗൈസ്, സീ യു.